എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉത്തരം നക്ഷത്രക്കാരുടെ ഒക്ടോബർ 2025 എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഉത്തരം നക്ഷത്രക്കാരുടെ ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. King of Swords, Five of Pentacles, Justice, Seven of Wands, Empress, Five of Swords. കിങ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു സ്ഥാനമാനങ്ങളും പൊസിഷനും ഒക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. അതുകൊണ്ട് തന്നെ ഒത്തിരി തൃപ്തി, ജോലി സംബന്ധമായിട്ട് കരിയർ, ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു മാസം തന്നെ പറയാം. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഉദ്യോഗ കയറ്റമോ ശമ്പള വർധനമോ ഇത്യാദി കാര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയമാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട്, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റമെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു നല്ലൊരു പൊസിഷൻ, ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ന കോഴ്സ് അല്ലെങ്കിൽ ഇന്ന വിദേശത്ത് പോയിട്ട് പഠിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അതിനുള്ള സാധ്യതയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു തൃപ്തിയും സന്തോഷമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പല കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുമൊക്കെ മുൻകൈ എടുക്കുന്ന സമയമാണ്. അപ്പോൾ സാമൂഹിക സേവനം പോലുള്ള കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ജീവിതം നയിക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾക്ക് സ്വയം ഒരു തൃപ്തിയും വിശ്വാസവും വ്യക്തമായിട്ടുള്ളൊരു ചിന്തയും മറ്റും നിങ്ങളുണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ്. ഒരു പൊസിഷനിലെത്തിയാലും നിങ്ങളുടെ കൂടെ ഉള്ളവരെ മറക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊരു പൊസിഷനിൽ എത്തി എന്നുള്ളതിൻ്റെ അഹംഭാവമോ അങ്ങനത്തെ സാഹചര്യമോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മനസ്സിൽ വരുന്നതായിട്ട് കാണിക്കുന്നില്ല. അതേപോലെ തന്നെ വലിയ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ കീഴെ ജോലി ചെയ്യുന്നവരോടൊക്കെ വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളും. ഇപ്പോൾ ജോലിയിൽ കരിയറിൽ നിങ്ങൾക്കൊരു നല്ല പേര് നിങ്ങളുടെ മേലധികാരികളിൽ നിന്നും അതേപോലെ നിങ്ങളുടെ കീഴെ ജോലി ചെയ്യുന്നവർ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടൊക്കെ നിങ്ങളെ കാണുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സെവൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. പൊതുവേ ഈ ഒരു സമയം നിങ്ങൾ ഒത്തിരി സന്തോഷമുള്ള സമയമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കുന്നു, ആത്മീയതയിലേക്ക് കൂടുതൽ ഒരു ചായവുണ്ടാവുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ യോഗ പോലുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വെറുതെ യൂട്യൂബ് നോക്കി ചെയ്യുന്നതല്ലാതെ പഠിക്കാനായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കാനൊക്കെ പോകുന്നൊരു സാഹചര്യമാണ്. സാധാരണഗതിയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ആളുകൾ ജിമ്മിൽ പോകുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിർത്തി പോകുന്ന രീതിയിലല്ല. നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു സംശയം ഉണ്ടാകാം. പക്ഷേ അതിന് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ വളരെയധികം പുതിയ പുതിയ കോഴ്സസ് പഠിച്ച് വളരെ കൂടുതൽ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം. പിന്നെ പുതിയതൊരു ഭാഷ പഠിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ചില ആളുകൾ വിദേശത്തേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം ഇപ്പോൾ ജർമ്മനോ ഫ്രഞ്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദേശ ഭാഷ പഠിക്കുന്നത്, അല്ലെങ്കിൽ IELTS ചേരുന്നതായിരിക്കാം. IELTS എക്സാമിന് വേണ്ടിയിട്ട് കോഴ്സ് ചേരുന്നതാവാം. അപ്പോൾ അങ്ങനെ TOEFL IELTS അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതുപോലെ മറ്റൊരു ഭാഷ പഠിക്കുന്നു. ചില ആളുകൾ സംസ്കൃതം ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് പഠിക്കുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം. പിന്നെ പുതിയതായിട്ട് പഠിക്കാൻ, ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും നിങ്ങൾ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയിട്ടുള്ള ആളുകളാണെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ, കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്.
അപ്പോൾ ഒത്തിരി മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മുൻകൈ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയുടെ പിറന്നാളോ മറ്റോ അതിൻ്റെ ഭാഗമായിട്ട് വൃദ്ധസദനങ്ങളിലോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ അവരുടെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ പഠിപ്പ് നിങ്ങൾ ഏറ്റെടുക്കും, ഒരു കുട്ടിയുടെ പഠിപ്പ് ഏറ്റെടുക്കുന്നത് ജീവിതകാലം മുഴുവനത്തേക്കും, അങ്ങനത്തെയൊക്കെ നിങ്ങൾ ഒത്തിരി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വളരെ നന്മയുള്ള കാര്യങ്ങളും ചെയ്യാണ്. അതിനുള്ള അവസരവും സാമ്പത്തിക ശേഷിയും നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നേരെ അതർ സൈഡാണ്. അതായത് സാമ്പത്തികമായിട്ട് നിങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാളാണ്, വളരെ താഴേക്കിടയിലുള്ളൊരു സാഹചര്യം, സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ സാഹചര്യവും അർഹതയുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ മേടിക്കാൻ ആളുകൾ നിങ്ങളെ മറ്റുള്ളവർ സഹായിക്കുന്നു, അങ്ങനെയുള്ളൊരു സാഹചര്യം. അപ്പോൾ നിങ്ങൾക്കായിട്ടും ചിലപ്പോൾ നിങ്ങൾക്കൊരു വീട് വയ്ക്കാനുള്ള ഇത് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്ര പണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് അത് ഇതുവരെ നിങ്ങളിലേക്ക് എത്തിയിട്ടില്ലാത്തവർ അത് നിങ്ങളിലേക്ക് എത്തുന്നു ഫൈനലി എന്നുള്ളവരാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോൺ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. വീട് വയ്ക്കുന്നതോ അതുപോലെ എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ലോൺ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് എംപ്രസ് എനർജിയാണ്. അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ട്. കുടുംബം മെയിൻലി പറയുകയാണെങ്കിൽ കുടുംബത്തിൽ പൊതുവേ ഒരു അടുത്തിടയ്ക്ക് കുറച്ച് കലഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണെങ്കിൽ കുടുംബത്തിൽ വലിയ കലഹം പ്രശ്നങ്ങളൊന്നും ഇല്ല. തൃപ്തിയും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു. അതേപോലെ ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസി സാഹചര്യം വരുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നോർമലായിട്ടുള്ള പ്രഗ്നൻസി അല്ലാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് പ്രഗ്നൻ്റ് ആവുന്നതോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രഗ്നൻസി റെഡി ആയിട്ടില്ല എങ്കിൽ കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻ്റ് ആവുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പൊതുവേ ഈ പ്രഗ്നൻസി ബന്ധപ്പെടുത്തിയിട്ടല്ലാതെയും ഒരു സന്തോഷ വാർത്ത ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസമായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ച് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, സാമ്പത്തിക കാര്യങ്ങളും നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ആവാം. മക്കളെ കുറിച്ചിട്ട് ഓർത്തിട്ടുള്ള അഭിമാനം ഉണ്ടാക്കുന്ന സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ തേടി വരുന്നുണ്ട്, കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ 7 of Pentacles എനർജി കണക്ഷൻസ് ആണ്. കാരണം ഹാർഡ് വർക്കാണ് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള കർമ്മഫലം. നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പം തന്നെ റിസൾട്ട് വരണം. ചില ആളുകളുണ്ട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യും, 21 ദിവസത്തെ ആണെന്ന് പറഞ്ഞാൽ 21ാമത്തെ ദിവസം ഇത് റെഡിയായില്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ നക്ഷത്ര ഫലങ്ങൾ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഇന്ന മാസത്തെ ഇടുമ്പോൾ ആ മാസം പകുതിയാകുമ്പോൾ തന്നെ ഇതുവരെ നടന്നില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്ന പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്തു, അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് വിദ്യാർത്ഥിയാണെങ്കിലും ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിലും എന്ത് കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ആ ഒരു എനർജിയാണ്. ശനി ഭഗവാന്റെ അനുഗ്രഹം നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ ശനി ഇപ്പോൾ അവസാനിക്കാറായിട്ടുള്ള സമയത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുഡ് ന്യൂസ്, നല്ലൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു എനർജിയാണ്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 5 of Swords എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെതിരായിട്ട് അതായത് നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ പുറകിൽ നിന്ന് കുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ്, ആ വ്യക്തി വിശ്വസിച്ചുകൂടാ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി ആയിരിക്കും അത്. പക്ഷേ മറ്റൊരു സുഹൃത്ത് വഴി ഈ വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അതിനുള്ള പ്രൂഫോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.